ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഹെൽത്തി ആണ്, അടിപൊളി ടേസ്റ്റും കൂടിയാണ് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കടക്കാം. ഞാനിവിടെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആശീർവാദ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയാണ്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 4 അല്ലി കറിവേപ്പില ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. മല്ലിയില നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം. മല്ലിയില ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ചിട്ട് എടുക്കാം. ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി വേണം. ഇനി ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ആവശ്യത്തിന് ഈ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് വെള്ളത്തിൽ നന്നായി ഒന്ന് അലിയിച്ചെടുക്കണം. ഉപ്പ് നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആട്ട ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് ആട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും കറിവേപ്പിലയും തേങ്ങയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ കുഴക്കുമ്പോൾ എത്രയാണ് ആവശ്യം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് വാഴയിലയിലാണ് പരത്തി എടുക്കുന്നത്. നിങ്ങൾ ദോശയായിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും വെള്ളം ചേർത്തിട്ട് ദോശ ഒഴിക്കുന്ന പരുവത്തിലാക്കി എടുക്കുക. ഞാനിവിടെ നന്നായി തുടച്ചിട്ട് വാഴയില എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ നമ്മൾ മിക്സ് ചെയ്തത് വെച്ചിട്ട് ഒന്ന് പരത്തി എടുക്കാം. കൈകൊണ്ട് ഇതുപോലെ നന്നായി ഒന്ന് പരത്തി എടുക്കുക. മാവ് കൈക്ക് ഒരുപാട് അങ്ങ് ഒട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കൈ നനച്ചിട്ട് ഒന്ന് പരത്തി എടുക്കാം. അപ്പോൾ മാവ് കയ്യിലേക്ക് ഒട്ടില്ല. അപ്പോൾ ഒന്ന് ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. അടുത്തതും കൂടി അതേപോലെ തന്നെ പരത്തി എടുക്കാം. ഞാനിവിടെ ദോശക്കല്ല് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
ദോശക്കല്ല് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എണ്ണ ഇതുപോലെ തടവി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ പരത്തി വെച്ചത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ മൂടി ഒന്ന് അടച്ചു വെക്കുക. വാഴയില കുറച്ച് വാടിയതിന് ശേഷം മൂടി എടുത്തിട്ട് ഇതിൽ നിന്നും വാഴയില ഒന്ന് ഇതുപോലെ എടുത്തു മാറ്റാം. ഇനി ഇതിലേക്ക് നെയ്യോ എണ്ണയോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ എണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 തവണ ഇതിന് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം. ഇനി അടുത്തതും കൂടി അതേപോലെ തന്നെ ചെയ്തെടുക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരത്തെ ചായക്കായാലും ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. ഇത് നല്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഞാൻ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണിത്. അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യില്ലേ? ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്